നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ആശുപത്രിയിൽ പോയാൽ ചികിത്സ കിട്ടാതെ മരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയാലോ ചികിത്സ കൂടിപ്പോയിട്ടും. ഈ സിസ്റ്റം എറർ മാറി വരുമ്പോഴേക്കും കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യരിൽ പകുതിയിലധികം പേരും മരിച്ചെന്ന് വരും എന്നുള്ളതാണ് തോന്നുന്നത്. പറയാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം. ഓരോ ദിവസം കൂടുന്തോറും പരിമിതികൾ പരിഹരിച്ച് ചികിത്സകൾ കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കേണ്ടുന്നതാണ് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല എങ്കിൽ പോലും നടക്കുന്നത് ഇതിന് പകരമായി ലോക പരാജയമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സമയത്തിന് ചികിത്സ കിട്ടില്ല, കിട്ടിയാൽ തന്നെ 100 പ്രശ്നങ്ങൾ. ഇതാണ് നിലവിലത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. അത് ഭയന്ന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പണമില്ലെങ്കിൽ പോലും പല ആളുകളും ഇപ്പോൾ ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി എന്തെങ്കിലും അസുഖം വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. പക്ഷേ കശാപ്പ് ശാലയിലെത്തുന്ന ആടിന്റെ അവസ്ഥയാണ് ഇത്തരം ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്ന രോഗികളുടെ അവസ്ഥ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ജലദോഷവുമായി എത്തുന്ന രോഗിയെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള വിവിധതരം പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ട്രെയിനിനേക്കാൾ നീളമുള്ള ബില്ലടിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഒരു രോഗിയെ കൊണ്ട് നിരന്തരമായിട്ട് തുടരെ പല ചികിത്സകളും ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഈ ബില്ലിന്റെ കടം തീർക്കാൻ ഒരു 4 മാസമെങ്കിലും പണിയെടുക്കേണ്ടി വരും ഒരു സാധാരണ മനുഷ്യന്. ഇത്രയെല്ലാം ചെയ്താൽ ചികിത്സ കിട്ടുമോ? അതുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചികിത്സ കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാമെന്ന് കരുതിയാൽ അവിടെയും അത് നടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ഒരു ദിവസം 1.5 വയസ്സുകാരന്റെ മരണം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. പയ്യന്നൂരിൽ ചികിത്സാ പിഴവ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയത് അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യ വിഭാഗത്തിന്റെ ഇത്തരം പിഴവുകൾ കൊണ്ട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടെയാണ് ഇല്ലാതായിരിക്കുന്നത്. കുഞ്ഞിന് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല എന്ന നഴ്സുമാരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു കുഞ്ഞിന് ചികിത്സ നൽകാൻ ആ കുടുംബം നിന്നത്. അതുകൊണ്ട് തന്നെ ആ 1.5 വയസ്സുകാരൻ അനസ്തേഷ്യ മൂലം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ വിശന്ന വയറുമായിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം കൂടെ ഇവിടെയുണ്ട്. എന്തായാലും ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഒരു കുരുന്നാണ് കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടത് എന്നത് വ്യക്തമായി കഴിഞ്ഞു. 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജീവിതത്തിലേക്ക് കയറി വന്ന ഏക മകന്റെ ചിരിയാണ് ഇന്ന് ആ കുടുംബത്തിന് ഓർമ്മയായി മാറിയിരിക്കുന്നത്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ബോധരഹിതനായ 1.5 വയസ്സുകാരൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. എരമം സ്വദേശിയായിട്ടുള്ള സൂരജ് വിജിഷ ദമ്പതികളുടെ മകനായ ദേവാൻഷ് ശൗരിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ചുണ്ടിന് മുറിവ് പറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പയ്യന്നൂർ BMHൽ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതോടെ കുട്ടി ബോധരഹിതനാവുകയും ഇതിന് പിന്നാലെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റുകയുമായിരുന്നു. ഇതിനിടയിലാണ് കുഞ്ഞ് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നത്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കുട്ടി ബോധരഹിതനാകാനും മരണപ്പെടാനും കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ പേരിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജൂലൈ 5 രാവിലെ 9:40 എരമം നടുവിലെക്കുനി എന്ന സ്ഥലത്ത് താമസിക്കുന്ന 1 വയസ്സും 5 മാസം പ്രായവുമുള്ള ദേവാൻസ് ശൗരി വീണ് മുറിവ് പറ്റി ആശുപത്രിയിൽ എത്തുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചപ്പോൾ മുറിവ് സ്റ്റിച്ചിടണമെന്ന് അവർ പറഞ്ഞു. ഡോക്ടർ അഞ്ജലി പൊതുവാളായിരുന്നു ഈ കുഞ്ഞിന് അനസ്തേഷ്യ നൽകാൻ നിർദ്ദേശിച്ചത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിൽ പിഴവ് സംഭവിച്ച് കുട്ടിക്ക് ബ്രെയിൻ ഡാമേജ് സംഭവിക്കുകയും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുകയും ചെയ്യുകയായിരുന്നു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അനസ്തേഷ്യ നൽകിയ ഡോക്ടറുടെ അശ്രദ്ധയാണ് കാരണം എന്ന് ചൂണ്ടിക്കാണിച്ച് പിന്നീട് കുട്ടിയുടെ ബന്ധു എരമരം കുതിരുമ്മൽ വീട്ടിൽ KG രാജീവ് നൽകിയ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ പയ്യന്നൂരിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. യുവജന സംഘടനകൾ ആശുപത്രികളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയിരിക്കുകയാണ്. കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ ചുണ്ടിലെ ഒരു കുഞ്ഞു മുറിവ് ആ ഒരു മുറിവിന് ചികിത്സ തേടാൻ വന്നതിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനുള്ള ആ കുഞ്ഞിന്റെ അവസരമാണ് ഈ ആശുപത്രി നഷ്ടപ്പെടുത്തിയത്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ കുഞ്ഞിന് ഇല്ലാതാകുന്നു. അവിടെ അവരെ കാത്തിരുന്നത്
സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ദുരന്തമായിരുന്നു എന്ന് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് തൊട്ടു പിന്നാലെ കുട്ടി അബോധാവസ്ഥയിലാകുകയും മരണപ്പെടുകയുമായിരുന്നെന്ന് ബന്ധുക്കൾ ഇപ്പോൾ പ്രതികരിച്ചു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും പിഴവും തങ്ങളുടെ കുഞ്ഞിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി ഇപ്പോൾ പറയുകയാണ്. അതേസമയം തങ്ങൾക്കെതിരെ ഉയർന്ന ചികിത്സാ പിഴവ് ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ രംഗത്തെത്തുന്നത്. സർജറിക്കായി അനസ്തേഷ്യ നൽകിയ സമയത്ത് കുട്ടിക്ക് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. സ്ഥിതി വഷളായതിനെ തുടർന്ന് കുട്ടിയെ ഉടനടി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പരമാവധി ചികിത്സകൾ നൽകിയിട്ടുണ്ടെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വാദം. ഇത് സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥയാണ്. മറുവശത്ത് സർക്കാർ ആശുപത്രികളിലും സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. സർക്കാർ ആശുപത്രിയായിട്ടുള്ള നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായിട്ട് ചികിത്സയ്ക്കെത്തിയ യുവാവിന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ട വാർത്ത. സംഭവത്തിൽ ഇപ്പോൾ DMO അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന് ഡെപ്യൂട്ടി DMOയെ നിയോഗിക്കണം. മരിച്ച രോഗിയുടെ ബന്ധുക്കൾ, ആശുപത്രി സൂപ്രണ്ട്, ഡോക്ടർ, സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. മരിച്ച രോഗിയുടെ ചികിത്സാ രേഖകൾ പരിശോധിച്ച് മരണകാരണം മനസ്സിലാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച മരണകാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ. സമഗ്രമായ റിപ്പോർട്ട് ഈ കേസിൽ 1 മാസത്തിനകം ഉണ്ടാകണമെന്നാണ് കമ്മീഷൻ ഓഫീസിൽ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത്. ജനറൽ ആശുപത്രി സൂപ്രണ്ട് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ അത്തരമൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജോലി സ്ഥലത്ത് നിന്ന് എത്തിയതായിരുന്നു രാജേഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ചികിത്സ വൈകി. ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് സെക്യൂരിറ്റി ജീവനക്കാരൻ കേൾക്കാൻ തയ്യാറായില്ലെന്നും ക്യൂവിൽ നിൽക്കണമെന്ന് പറഞ്ഞെന്നും അതിന്റെ ഭാഗമായിട്ട് രാജേഷിന് ചികിത്സ വൈകി, അതാണ് മരണകാരണമെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. വേദനയോടെ രാജേഷ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഇതിനിടെ ഭാര്യ അവിടേക്ക് ഓടിയെത്തി. ഇതിനുശേഷം രാജേഷിനെ ഒരു കസേരയിലിരുത്തി തൊട്ടു പിന്നാലെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതിനുശേഷമാണ് ഡോക്ടർ എത്തി എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് പരിശോധിച്ചത്. തുടർന്ന് ECG എടുത്തു. ഹൃദയാഘാതം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കി. ഹൃദയാഘാതം സംഭവിച്ചാൽ നൽകേണ്ട പ്രാഥമിക ചികിത്സ പോലും അവിടെ ലഭ്യമാക്കിയിരുന്നില്ല. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും ആംബുലൻസ് എത്തിയപ്പോഴേക്കും രാജേഷ് മരണപ്പെട്ടു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 52 വയസ്സ് മാത്രമേ രാജേഷിന് പ്രായമുള്ളൂ. ആശുപത്രി അധികൃതർ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു കേസായിരുന്നു ഇത്. പക്ഷേ അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചികിത്സ വൈകിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ ആശുപത്രി അധികൃതരും രാജേഷിന്റെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റമടക്കം നടന്നു. നെയ്യാറ്റിൻകര DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി രാജേഷിന്റെ ബന്ധുക്കളുമായി സംസാരിച്ച്. ഇതിനിടെ സൂപ്രണ്ട് ജോയ് ജോണും സ്ഥലത്തെത്തി രോഗിയുടെ ബന്ധുക്കളുമായിട്ട് അദ്ദേഹവും സംസാരിച്ചു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ശേഷമാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളായിക്കോട്ടെ സർക്കാർ ആശുപത്രികളായിക്കോട്ടെ, ഇത്തരം ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ ഈ കേരളത്തിലെ മനുഷ്യർ ഇനിയൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ജീവൻ ഭയന്നുകൊണ്ട് ഇനി എങ്ങോട്ടാണ് ഓടേണ്ടുന്നത്, ആരെയാണ് ആശ്രയിക്കേണ്ടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അവശേഷിക്കുന്നത്.